ഹായ് ഓൾ. അപ്പൊ നമ്മളൊന്ന് നോക്കാൻ പോകുന്ന 18/12/2024 മുതൽ 31/12/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് എന്താണ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്ന ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് ഒരു പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. എന്താ? ലെസ്റ്റോ ആണ് പ്ലേസ് അല്ലെ. ക്യാപിറ്റൽ എവിടെയാണ്? മസീറു ആണ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താ? ഇന്ത്യ സെൻഡ് 1,000 metric tons of rice of Lesdino as an humanitarian aid to support food security and nutrition. അതായത് എന്താണ്? ഫുഡ് സെക്യൂരിറ്റിയുടെയും ന്യൂട്രീഷന്റെയും ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 1,000 metric tons റൈസ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 50 പ്രകാരം ഓക്കെ, ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് ആരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്? ഇന്ത്യയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ആര് ഇടപെടാറുണ്ട്? നമ്മുടെ രാജ്യം എന്ത് ചെയ്യാറുണ്ട്? ഇടപെടാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായി വന്നെന്താണ്? ഒരു ന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നോക്കാനുള്ള ഇതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്ട് നോക്കാണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതൊരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഓക്കെ, എന്താണ് ഈ ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്നോട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, ഈ ഒരു പ്ലേസ് എടുക്കുമ്പോൾ ഇതാണ് ഈ രാജ്യം വരുന്നത് അല്ലെ. ഇതിന്റെ ചുറ്റും എന്താണ്? മറ്റ് രാജ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു വാട്ടർ ബോഡി ഒന്നും കാണാൻ പറ്റില്ല. സോ ഇതെന്താണ്? ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. പക്ഷെ ഇത്തരം ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ മുമ്പ് പറയാറുള്ള പോലെ തന്നെ ഇതിന്റെ ചുറ്റും വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കി വെക്കണം അല്ലെ. ഇതിന്റെ ഏത് വരുന്നുണ്ട്? സൗത്ത് ആഫ്രിക്ക വരുന്നുണ്ട്, എസ്പാനി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത് കാണപ്പെടുന്ന ഓഷ്യൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബൗണ്ടറി ഷെയർ ചെയ്യുന്നില്ല. എങ്കിലും കാണപ്പെടുന്ന ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യൻ ഓഷനും അതുപോലെ തന്നെ ഒന്നെന്താണ്? അറ്റ്ലാന്റിക് ഓഷനുമാണ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ബൈ ദ നെയിം ഓഫ് ദി മൗണ്ടൻ കിങ്ഡം എന്നുള്ള പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡസ്കൻബർഗ് ആൻഡ് മലൂട്ടി റേഞ്ചസ് ആണ്. റിവേഴ്സ് ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? ദ ഓറഞ്ച് റിവർ, വൺ ഓഫ് ദ സദേൺ ആഫ്രിക്കൻ ലാർജസ്റ്റ് റിവർ ആണ്, ഒറിജിനേറ്റ് ഇൻ ലെസോ ഹൈലാൻഡ്സ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചർ. അപ്പൊ ഇത്തരം ഒരു രാജ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? പ്രധാൻ മന്ത്രി സൗര്യഘർ മുഫ്തി ബിജ്ലി യോജന. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? മസാലി വില്ലേജ്, ഗുജറാത്ത് ഹാസ് ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ബോർഡർ സോളാർ വില്ലേജ് ജനറേറ്റ് 100% ഓഫ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി ത്രൂ സോളാർ പവർ. അതായത് എന്താണ്? ഗുജറാത്തിലെ മസാലി വില്ലേജ് ഇന്ത്യസ് ബോർഡർ വില്ലേജ് ആണ്. അവര് 100% ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 100% സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും എന്താണ്? ഈ റിന്യൂവബിൾ എനർജിക്കാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നൊരു ന്യൂസ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് ന്യൂസിൽ എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പോളിസിയാണ് ഇത്, ഈ പഞ്ചാമൃത സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടോ എന്താണ് പഞ്ചാമൃത സ്ട്രാറ്റജി? എന്താണ് ഈ പഞ്ചാമൃത സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യങ്ങളാണ് ഇന്ത്യ പറയുന്നത്. ഒന്നാമത്തെ അതിൽ ഇന്ത്യ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യ വിൽ ഇൻക്രീസ് ഇറ്റ്സ് നോൺ ഫോസിൽ എനർജി കപ്പാസിറ്റി to 500 gigawatt by 2030. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്ട്രാറ്റജി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മുടെ രാജ്യം പറയുന്ന കാര്യം എന്താണ്? ഇന്ത്യ വിൽ മീറ്റ് 50% ഓഫ് ഇറ്റ്സ് എനർജി needs from
റിന്യൂവബിൾ എനർജി ബൈ 2030. ഇതാണ് രണ്ടാമതായിട്ട് ഇന്ത്യ പറയുന്നത് എന്താണ്? സ്ട്രാറ്റജി. ആൻഡ് മൂന്നാമതായിട്ട് നമ്മുടെ രാജ്യം പറയുന്നത് എന്താണ്? ഇന്ത്യ വിൽ reduce its total carbon emission by 1 billion tons by 2030. ഇത് ഇന്ത്യയുടെ എന്താണ്? മൂന്നാമത്തെ ലക്ഷ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ എന്താണ്? India will reduce the carbon intensity of its economy by 45% by 2030 എന്നാണ് നാലാമത്തെ. അഞ്ചാമത്തെ ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചാമത്തെ സ്ട്രാറ്റജിയിലെ ഇന്ത്യയുടെ തന്നെ എന്താണ് അവസാനത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യ വിൽ അച്ചീവ് നെറ്റ് സീറോ കാർബൺ എമിഷൻ ബൈ 2070. ഓക്കെ, 2070 നമ്മൾക്ക് എന്ത് ചെയ്യും? കാർബൺ എമിഷൻ 0%. ഇതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് പറയുന്നത്? ദ സോളാർ റൂഫ് ടോപ്പ് വർക്ക് ഇൻ ഓൾ ഹൗസ് വാസ് കംപ്ലീറ്റഡ് അണ്ടർ ദ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? സോളാറിനാണ് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യൂണിയൻ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ് ഇതിന്റെ നോഡൽ മിനിസ്ട്രി. ആൻഡ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് വിളിക്കുന്നത് എന്താണ്? ടിൽ ഫൈനാൻഷ്യൽ ഇയർ 2026 and 27 ആണ്. ആൻഡ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് പറയുന്നത്? ടു ഇൻസ്റ്റാൾ റൂഫ് ടോപ്പ് സോളാർ RTS ആൻഡ് പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി അപ് ടു 300 മന്ത്ലി യൂണിറ്റ്സ് ഫോർ 1 crore ഹൗസ് ഹോൾഡ്സ് എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മിനിസ്ട്രി ഏതാണ്? ഇതിന്റെ ഡ്യൂറേഷൻ എന്താണ്? ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് എന്ത് ചെയ്യണം? വെച്ചിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് മന്ദൻ ബി ലോകൂർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ചെയർപേഴ്സൺ ഓഫ് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന് എന്നാണ് തുടക്കം കുറിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? The UN General Assembly established IJC to ensure independence and accountability in UN internal justice system. UN internal justice systemത്തിനുള്ള ഇൻഡിപെൻഡൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് UN ജനറൽ അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇതിന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏകദേശം എത്ര അംഗങ്ങളെയാണ് കാണാൻ പറ്റുക? 5 അംഗങ്ങളെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. ഇതിൽ കാണാൻ പറ്റുക അതിലെന്താണ്? ഒരു സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, എ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവും, 2 എക്സ്റ്റേണൽ ജൂറിസ്ഡിക്ഷൻ, ഒരു ചെയർമാനും അടങ്ങുന്നതാണ് ഇത് ഇതിന്റെ കോമ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? കൗൺസിൽ ഈസ് ടാസ്ക്ഡ് വിത്ത് ഫൈൻഡിങ് എ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ വേക്കന്റ് UN ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ, UNDT ആണ്, ആൻഡ് UN അപ്പലേറ്റ് ട്രൈബ്യൂണൽ, UNAT ജഡ്ജ് പൊസിഷൻസ് ആണ്. ഓഫ് ജസ്റ്റിസ് സിസ്റ്റം ടു ജനറൽ അസംബ്ലി എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷൻ, NCDRC. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ സുപ്രീം കോർട്ട് സെറ്റ് അസൈഡ് 2008 NCDRC ruling in Awas and others versus RBI, which barred from bank charging over 30% of interest on credit card dues, deeming it's an unfair trade practice. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി NCDRC കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താ? ഇതൊരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷനാണ്.
എന്താണ് ഈ ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ക്വാസി ജുഡീഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹാഫ് ജുഡീഷ്യൽ എന്നാണ്. അതായത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് കേസ് എടുക്കാം. ഇപ്പൊ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേസെടുക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേസെടുക്കുന്ന പോലെ തന്നെ NCDRC എന്ത് ചെയ്യും? കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? കേസെടുക്കും. ഇതൊരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷനാണ്. 1988 ഇത് എന്ത് ചെയ്യുന്നത്? സ്ഥാപിതമാവുന്നത്. ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അണ്ടറിൽ 1988 എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിനെ ഹെഡ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് എ സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കും, ഓർ എ സിറ്റിംഗ് ഓർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടും ആവാം. ഇനി ഇതിനെതിരെ NCDRCക്കെതിരെ എന്തെങ്കിലും അപ്പീൽസ് ഉണ്ടെങ്കിൽ എവിടെ പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? സുപ്രീം കോടതിയിലാണ് പോകേണ്ടതായിട്ട് കാണാൻ പറ്റുക. ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്റർടൈൻ കംപ്ലൈന്റ്സ് വാല്യൂഡ് മോർ ദാൻ 2 crores ആണ്. അതുപോലെ തന്നെ എന്താണ്? അപ്ലറ്റ് ആൻഡ് റിവൈസ് ജൂറിസ്ഡിക്ഷൻ ഫ്രം ദ ഓർഡേഴ്സ് ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ദ ഡിസ്ട്രിക്ട് ഫ്ലോറ എന്നുള്ള ഏതിന്റെ ഭാഗമാണ്? ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ന്യൂസുകളാണ് എന്താണ് ഈ ഒരു 4 ദിവസത്തിൽ നിന്ന് നമുക്ക് നോക്കാമല്ലോ. നമുക്കറിയാം ഈ ഡിസംബർ മാസം കഴിഞ്ഞു. ഇനി ഈ ഡിസംബർ മാസത്തിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ ഡേറ്റുകൾ എന്ത് ചെയ്യണം? നമുക്ക് ജസ്റ്റ് പഠിച്ചു വെക്കണം. അതായത് നമ്മുടെ എക്സാംസിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, ഇമ്പോർട്ടന്റ് ഡേയ്സ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഡേയ്സ് എന്താണ്? നമ്മുടെ എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അതില് 1 ഡിസംബർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വേൾഡ് എയ്ഡ്സ് ഡേ എന്നുള്ള പേരിലും, 2 ഡിസംബർ എന്താണ്? നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ എന്നുള്ള പേരിലും, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ ഫോർ അബോളിഷൻ ഓഫ് സ്ലേവറി എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഒരു ചോദ്യമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളിലാണ് സ്ലേവറി പാടില്ല എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തേക്ക് ഏതാണ്? ആർട്ടിക്കിൾ 23 എന്ത് ചെയ്യുന്നത്? അത് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് 3 ഡിസംബർ എന്താണ്? വേൾഡ് ഡേ ഓഫ് ഹാൻഡിക്യാപ്ഡ് ആണ്. ആൻഡ് 4th ഡിസംബർ എന്താണ്? ഇന്ത്യൻ നേവി ഡേ. 5th ഡിസംബർ എന്താണ്? ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേ. അതുപോലെ തന്നെ വേൾഡ് സോയിൽ ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് 7th ഡിസംബർ എന്താണ്? ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ ആയിട്ടും ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 9th ഡിസംബർ എന്താണ്? ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആയിട്ട്. ആൻഡ് 10th ഡിസംബർ എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ഡേ, ദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആൻഡ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് 11th ഡിസംബർ എന്താണ്? ഇന്റർനാഷണൽ മൗണ്ടെയിൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സെയിം മീനിങ് 14th ഡിസംബർ എന്താണ്? നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആയിട്ട്. ആൻഡ് 16th ഡിസംബർ വിജയ് ദിവസമായിട്ട്. ആൻഡ് 18th ഡിസംബർ മൈനോറിറ്റീസ് റൈറ്റ്സ് ഡേ ഇൻ ഇന്ത്യ ആയിട്ടും ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ ആരൊക്കെയാണ് മൈനോറിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യയിൽ 2 ടൈപ്പ് മൈനോറിറ്റീസ് ഉള്ളൂ നമുക്കറിയാം. ഒന്നെന്താണ്? ലിംഗ്വിസ്റ്റിക് റിലീജിയസ് മൈനോറിറ്റീസ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ആൻഡ് 9th ഡിസംബർ എന്താണ്? ഗോവ സെലിബ്രേഷൻ ഡേ. ആൻഡ് 20th ഡിസംബർ ഇന്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ. ആൻഡ് 22nd ഡിസംബർ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. ആൻഡ് 23rd ഡിസംബർ കിസാൻ ദിവസ്. ആൻഡ് 24th ഡിസംബർ നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ. ആൻഡ് 25th നമുക്കറിയാം ക്രിസ്മസ് ഡേ ആണ്. ആൻഡ് 25 ഒരു വിശേഷം കൂടി എന്താണ്? നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ ആണ്. ഇൻ ദ മെമ്മറി ഓഫ് അടൽ ബിഹാരി വാജ്പേയി ബർത്ത്ഡേ ആണ്. ആൻഡ് 31st ഡിസംബർ ന്യൂ ഇയർ ഈവായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്? ഈ 4 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്? നോക്കാറുള്ളത്. ഓക്കെ, താങ്ക് യു.